അങ്ങനെ ഇവിടെ പൂരം തുടങ്ങേട്ടാ. ലാലൂർ കാർത്തിയാനി ക്ഷേത്രത്തില് കൊടിയേറി 8 ഘടകക്ഷേത്രങ്ങളിലും പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും രാവിലെ 11 മണിക്കും 12 മണിക്കും ഇടയിൽ കൊടിയേറ്റ് നടക്കും. ലാലൂരിൽ നിന്നും പാറമേക്കാവിൽ നിന്നും യഥാക്രമം ലിഷോയും ഗോകുൽ VS നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ലിഷോയ്, അവിടെ കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ചടങ്ങുകൾ? ഇനി എന്താണ് പൂരം വരെയുള്ള അവിടുത്തെ രീതികളും ആഘോഷങ്ങളും ഒക്കെ? ഞാനിപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിലാണുള്ളത്. അതായത് ലാലൂർ കഴിഞ്ഞു 11 മണിയോടുകൂടി തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കും. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതായത് പൂരം നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങൾ ദേവസ്വങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതായത് ആന എഴുന്നള്ളിപ്പിന് വനംവകുപ്പ് നൽകിയിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ആനകൾ നിൽക്കുന്നിടത്ത് നിന്ന് 50 മീറ്റർ മാറിയേ ആളുകൾക്കോ അല്ലെങ്കിൽ ഈ മേള കലാകാരന്മാർക്കോ അങ്ങനെയുള്ള എല്ലാവർക്കും നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു കർശനമായ നിയന്ത്രണം വരുത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു നിയന്ത്രണം നടപ്പിലാക്കണമെങ്കിൽ സ്വാഭാവികമായും തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ തേക്കിൻകാട് മൈതാനത്തിന് പുറത്ത് ആളുകളെ നിർത്താൻ ഒരു അവസ്ഥ വരും. ഇതിനെതിരെ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഇതൊരു പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നാണ് ദേവസ്വം വ്യക്തമാക്കുന്നത്. നമ്മുടെ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളാണുള്ളത്. ഈ ഇപ്പോഴത്തെ ഈ ഒരു വനംവകുപ്പിൻ്റെ ഒരു നിലപാട് അത് നമ്മളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക? എത്രത്തോളം പ്രതിഷേധമുണ്ട്? ഈ തൃശ്ശൂർ പൂരം നടക്കാൻ ഏതാനും ദിവസം ബാക്കി നിൽക്കെ ഇന്ന് ഈ കൊടിയേറ്റ ദിവസം അതിൻ്റെ തലേ ദിവസം വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ ചില കർശനമായ നിയമങ്ങൾ നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോടതി. അപ്പോൾ ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം നടത്താൻ, തൃശ്ശൂർ പൂരം എന്നല്ല മറ്റേത് പ്രധാനപ്പെട്ട പൂരങ്ങളും ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിന്ന് എങ്ങനെ ഇത് തീരുമാനം എങ്ങനെയൊക്കെ മാറ്റാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഇന്ന് സംയുക്തമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഒരു യോഗം കൂടുന്നുണ്ട് 1 മണിക്ക്. ആ യോഗത്തിൽ ഇതിന് ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിങ്ങനെയാണെങ്കിൽ 50 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് നടപ്പിലാക്കുക? അത് കാരണം ഞാൻ പറഞ്ഞത് ഇത് നടപ്പാക്കാൻ സാധിക്കില്ല. 50 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, തെക്കോട്ടിറക്കം നടക്കുന്ന ഗോപുരം മുതൽ മറ്റേ റോഡ് വരെ, ഗോപുരം നടന്ന റോഡ് വരെ തന്നെ 50 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇത് നടത്താൻ പറ്റില്ല. 50 മീറ്റർ അകലം പാലിച്ച് നടത്താനേ പറ്റില്ല. പിന്നെ ആനകളുടെ അകലം 3 മീറ്റർ. ഈ 3 മീറ്റർ ആണെങ്കിൽ 15 ആനകൾക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ. ഇതിനെതിരെ, അതായത് ഇങ്ങനെ ഇത്തരമുള്ള നടപടികൾ നടപ്പാക്കുമ്പോൾ ഇതിൽ നിങ്ങളുടെ ഭാഗങ്ങൾ കേട്ടുകൊണ്ടാണോ ഇങ്ങനെയുള്ള ഉത്തരവ്? ഞങ്ങളുടെ ഭാഗം കേട്ടിട്ടേ ഇല്ല. ഒരു യോഗം വിളിച്ചിരുന്നു. വനംവകുപ്പുകാരെ യോഗം വിളിച്ചത് ഇലക്ഷൻ ആയതുകൊണ്ട് മാറ്റി വയ്ക്കേണ്ടായത്. അപ്പോൾ ഞങ്ങളോട് കൂടി ആലോചിക്കാതെ അല്ലെങ്കിൽ ആന ഉടമകളോട് കൂടി ആലോചിക്കാതെ ഇത്തരം തീരുമാനങ്ങൾ എടുത്ത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഈ ഇത്തരം നിലപാട് എടുക്കുന്നത് വരുന്ന മണിക്കൂറുകളിലൊക്കെ തിരിച്ചു വരാം. ഇപ്പോൾ ഗോകുൽ VS പാറമേക്കാവിൽ നിന്നും നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ എപ്പോഴത്തേക്കാണ് കൊടിയേറ്റ് നടക്കുക? ഒരുക്കങ്ങൾ, ചടങ്ങുകളൊക്കെ ഏതുവരെയായി? അവിടെയും ഈ പറഞ്ഞതുപോലെ പൂരത്തിന് ഹൈക്കോടതി കൊണ്ടുവന്ന നിയന്ത്രണങ്ങളിൽ അതൃപ്തിയുണ്ടോ എല്ലാവർക്കും? 11:30 മുതൽ 11:30ക്കും 12 മണിക്കും ഇടയിലാണ് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടി ഉയർത്തുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നത് വലിയ രീതിയിൽ പൂരത്തെ ബാധിക്കും. കാരണം 50 മീറ്റർ ആന നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറണമെന്ന് പറയുമ്പോൾ അത് പൂരത്തിൻ്റെ ആസ്വാദനത്തെ കാര്യമായി തന്നെ ബാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ ക്ഷേത്രം ഭാരവാഹികളാരും ഇവിടെ ഇല്ല, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറത്തില്ല, അവരൊക്കെ ഉള്ളിലാണ്. അതിനുശേഷം നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ എടുക്കാം. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു സംയുക്തമായൊരു യോഗം നടക്കുന്നുണ്ട്. അതിൽ മാത്രമാണ് ഭാവി പരിപാടികൾ എന്തെല്ലാം വേണം എന്ന് തീരുമാനിക്കുക. ഏതായാലും ഇന്ന് കൊടിയേറ്റാണ്. തീർച്ചയായും തൃശ്ശൂരുകാരൊക്കെ തന്നെ അതിൻ്റെ ഒരു ആവേശത്തിലാണ്, പൂരം വരുന്നതിൻ്റെ ആവേശത്തിലാണ്. ചേട്ടാ, എങ്ങനെയാണ്